ഹലോ ഗൈസ്, പത്തനംമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനാമികയും തർക്കിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എന്നിട്ട് അനാമിക പറയുന്നുണ്ട്, എൻ്റെ ഈ സ്വഭാവം മാറണമെന്നുണ്ടെങ്കിൽ നീ എന്നെ സ്നേഹിച്ചു തുടങ്ങിയെന്ന് എനിക്ക് തോന്നണം എന്ന് പറയും കേട്ടോ. അപ്പോൾ അനി എടുത്തടിച്ചോട് പറയുന്നുണ്ട്, അങ്ങനെ ഒരു തോന്നലുണ്ടാവും എന്നോർത്ത് നീ ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ് അനി അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇതെല്ലാം ദേവയാനി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ദേവയാനി ഒന്നും മിണ്ടുന്നില്ല, നേരെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് കനകയും ഗോവിന്ദനൊക്കെ ഇറങ്ങാൻ വേണ്ടി തുടങ്ങുവാണ്. ആ സമയത്ത് നയനെ ആദർശം കൊണ്ട് വരുന്നുണ്ട്. പെട്ടെന്ന് ദേവയാനി ചിന്തിക്കുന്നുണ്ട്, ഇവളിനി നയനമോരെ കൊണ്ടുപോയാലോ, ഇവരുടെ കൂടെ പോകണമെന്ന് മോള് പറയുമായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ആകെ വിഷമിച്ച് നിൽക്കുക കേട്ടോ. ആ സമയത്ത് ആദർശ് ഗോവിന്ദനോട് പറയുന്നുണ്ട്, ഇവർക്ക് 2-3 ദിവസം വീട്ടിൽ വന്ന് നിൽക്കണം എന്നുണ്ടെങ്കിൽ നിന്നോട്ടെ, എനിക്ക് കുഴപ്പമില്ല എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും പെട്ടെന്ന് മോള് പോവുകയാണല്ലോ എന്നുള്ള വിഷമം കൊണ്ട് ദേവേനി പറയുക, അതെ ഈ പോകുന്നതൊക്കെ കൊള്ളാം, പിന്നെ 2 ദിവസം കഴിയുമ്പം എനിക്കെൻ്റെ ഭാര്യയെ കാണണമെന്ന് പറഞ്ഞാൽ നീ ഇവിടെ കിടന്ന് ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കിയേക്കരുത്, എന്നെ കൊണ്ട് വയ്യ എപ്പോഴും അവളെ പോയി കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറയും കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, 2-3 ദിവസമൊന്നും പോയി നിൽക്കുന്നതിന് എനിക്ക് കുഴപ്പമില്ലമ്മേ, അതുമാത്രമല്ല എനിക്ക് അവളെ കാണണമെങ്കിൽ ഇടയ്ക്ക് അവിടെ പോയി കാണുകയും ചെയ്യാമല്ലോ എന്ന് പറയുവാണ്. ആ സമയത്ത് ദേവയാനി ആകെ പെട്ടുപോവാണ് കേട്ടോ. നയനമോളെ കാണാതെ ഞാനെങ്ങനെ ഇരിക്കുമെന്ന് ഓർത്ത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ പെട്ടെന്ന് നയന പറയുന്നുണ്ട്, ഞാൻ പോണില്ല, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും ദേവയാനിക്ക് സന്തോഷമാവാണ് കേട്ടോ. കഴിഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞ് കനകയൊക്കെ അവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പം നബിയോട് പറയുന്നുണ്ട്, മോക്കെന്തെങ്കിലും കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ പറയണം, ഞാൻ ഗോവിന്ദൻ്റെ കയ്യിൽ ഉണ്ടാക്കി കൊടുത്തു വിടാമെന്നൊക്കെ പറയുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ദേവയാനി പറയുന്നുണ്ട്, അതിൻ്റെ കാര്യം എന്താ, ഇവർക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നോട് പറയാം, ഞാൻ ചെയ്തോളാം എന്നൊക്കെ ഇച്ചിരി ദേഷ്യപ്പെട്ട് പറയും കേട്ടോ. അപ്പോൾ ഇവർക്ക് സന്തോഷമുണ്ട്. എന്നാൽ അതേ സമയത്ത് ദേവയാനി ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് ഇവരെ പ്രത്യേകിച്ചൊന്നും മറുത്തും പറയാതെ അവിടെ നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങുക കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്ന മുത്തശ്ശനെയും മുത്തശ്ശിയാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട്, നബിമോക്ക് ബുദ്ധിയുണ്ട്, അനി എന്ന് പറയുന്നവൻ ചടങ്ങ് മുടക്കാനല്ല ഇത് ചെയ്തെങ്കിൽ, ശരിക്കും അവൻ ഇതിന് കാരണം ഉണ്ടാക്കിയതാണെങ്കിൽ ഇപ്പോഴത്തെ അവൻ്റെ ഈ ചൊറിച്ചിൽ മോക്കായിരുന്നു വരേണ്ടത്, മോളാ ജ്യൂസ് അവന് കൊടുത്തുകൊണ്ടാണല്ലോ, അതുകൊണ്ട് പറയാനൊന്നും പറ്റത്തില്ല, അവൻ്റെ കയ്യിരിപ്പിന് ഇതല്ല ഇതിനപ്പുറം കിട്ടിയാൽ പോരാ എന്ന് പറയുക കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്ന ദേവയാനീനെയാണ്. ദേവയാനിയുടെ അടുത്ത് നിന്ന് പയ്യെ ജാനകിയും ജലജയും കൂടെ ഇളക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അല്ല ചടങ്ങിനിടയ്ക്ക് നയനെപ്പറ്റി പറഞ്ഞ് കേട്ടില്ലേ മുത്തശ്ശി, അവളും പെട്ടെന്ന് ഒരു 5 മാസം ചടങ്ങ് നടത്തണമെന്ന്, എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഇനി ഇവിടുത്തെ ഒരു കുഞ്ഞിനെ പ്രസവിക്കണമെന്ന് എന്നിങ്ങനെ പറയട്ടോ. ഇത് കേൾക്കുമ്പോൾ ദേവയാനി പറയാം, എന്ത് പറയാനാ, മൂത്ത മരുമോൻ കൊച്ചുമോൻ ഇവിടുത്തെ ആദർശമല്ലേ, ആദർശൻ്റെ ഒരു കുഞ്ഞിനെ കാണാൻ അവർക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ, പിന്നെ എനിക്ക് ആ കൂടെ ഒരു താല്പര്യമില്ലാത്തത് നയനയുടെ കുഞ്ഞും കൂടെ ആണല്ലോ എന്ന് ഓർത്തിട്ടാ എന്നിവർ കേൾക്കാൻ വേണ്ടി പറയും കേട്ടോ. അപ്പോഴത്തേക്കും ജലജയും ജാനകിയോട് പറയാണ്, അത് ഏടത്തി എങ്ങനെയും തടുക്കണം, ഏടത്തി ഹോസ്പിറ്റലാവുന്നതിന് മുമ്പ് പറഞ്ഞൊക്കെ മറന്നുപോയോ, അവരെ ഒരുമിച്ച് ടൂർ ഏടത്തി വിടരുതായിരുന്നു എന്നൊക്കെ പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ദേവേനി പറയാം, ഇനി ആരെയും ഉപദ്രവിക്കാനൊന്നും എനിക്ക് വയ്യ, അതുമാത്രമല്ല എൻ്റെ മകൻ്റെ സന്തോഷമാണ് എൻ്റെ സന്തോഷം, അവൾ പോയി കഴിഞ്ഞാൽ അവൻ എന്തോരം വിഷമമുണ്ടെന്ന് നിങ്ങൾ കാണുന്നതല്ലേ, പിന്നെ അച്ഛനെയും അമ്മയുടെയും കാര്യം ഞാൻ നോക്കണ്ടേ, ഒരസുഖം വന്നപ്പോഴാണ് എനിക്കിനി ആരെയും വെറുപ്പിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന ബോധ്യം എനിക്കുണ്ടായത്, അവളെന്താണെന്ന് വെച്ചാൽ കാണിച്ചു കൂട്ടട്ടെ എന്നിങ്ങനെ പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും ജലജയും ജാനകിയും പരസ്പരം നോക്കിയിട്ട് തീരെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ പറയുവാണ്, ഇനിയിപ്പം അവൾക്ക് ഇവരും കൂടെ സപ്പോർട്ടാണോ എന്നിങ്ങനെ ചിന്തിക്കുക കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ജാനകി പറയുന്നുണ്ട്, എന്നാലും നേരത്തെ ഇങ്ങനെ മാറേണ്ട കാര്യമൊന്നുമില്ല, എനിക്കൊരു ജോണ്ടിസ് വന്നായിരുന്നല്ലോ, അന്ന് ഞാനും തീരെ കിടപ്പായതല്ലേ, അത് എൻ്റെ സ്വഭാവത്തിന് വല്ല മാറ്റവും വന്നോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, നിൻ്റെ സ്വഭാവം മാറിയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, ഇവിടെ വന്ന സമയത്ത് നയനെ ഏറ്റവും സ്നേഹിച്ചത് നീയായിരുന്നു, അപ്പോൾ എനിക്ക് അവളെ കണ്ടെടുത്താൽ കണ്ടുകൂടായിരുന്നു, പിന്നെ നീ മാറിയില്ലേ, എല്ലാവരുടെ സ്വഭാവത്തിന് ഓരോ സമയത്ത് ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും എന്നൊക്കെ പറയും കേട്ടോ. ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും ജലജ പയ്യെ ജാനകിയെ വിളിച്ചുകൊണ്ട് പോവാണ്. എന്നിട്ട് പറയാം, ഇനി അവിടെ പോയി വേദം ഓതിയിട്ട് കാര്യമൊന്നുമില്ല, അവരാകെ മാറിപ്പോയി. അത് കഴിഞ്ഞ് ജലജ നേരെ മുറി ചെല്ലുവാണ് കേട്ടോ. എന്നിട്ട് അബിയോട് ചോദിക്കുന്നുണ്ട്, എടാ ഞാൻ തന്ന ക്രീം നീ തേച്ചില്ലേ, അല്ലെങ്കിലും നീ എവിടെ എന്ത് കാണിച്ചാലും ഇത് തന്നെയാണല്ലോ അവസ്ഥ, എന്തൊരു ഗതികേടാന്ന് ഓർത്തോണേ എന്നിങ്ങനെ പറയും കേട്ടോ. ആ സമയത്ത് പെട്ടെന്ന് അബി പറയുന്നുണ്ട്, ഇതിപ്പോൾ എൻ്റെ മാത്രം കുഴപ്പമാണോ, ഇതിപ്പം എന്ത് വന്നാലും എൻ്റെ തലയിലോട്ട് വരുന്നേ, അമ്മയ്ക്ക് നേരത്തെ എന്നോടൊന്ന് പറഞ്ഞു വിടായിരുന്നു എന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴേക്കും പെട്ടെന്ന് ജലജ പറയുന്നുണ്ട്, പറയാൻ അതിന് സമയം കിട്ടണ്ടേ, ജാനകി തൊട്ട് മുമ്പാണ് കൊണ്ട് തന്നത്, ഇത് നീ കുടിക്കുമെന്ന് ഞാൻ ഓർത്തോ, നിൻ്റെ ഭാര്യ കുടിക്കുമെന്നല്ലേ ഓർത്തോ, നീ അവളെ പോയി ഒരുത്തോളം കെട്ടിക്കൊണ്ട് ഈ വീട്ടിലോട്ട് വന്നതിന് ഇതല്ല, ഇതിനപ്പുറം നീ അനുഭവിച്ചാൽ പോരാ എന്നിങ്ങനെ പറയും കേട്ടോ. ഇതെല്ലാം വെളിയിൽ നിന്ന് നവ്യ കേൾക്കുന്നുണ്ട്. നവ്യ ഇതൊക്കെ കേട്ട് ഞെട്ടിപ്പോവാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, പിന്നെ എൻ്റെ തലവര അതാദ്യം ശരിയാവണം, ഇത് എത്രാമത്തെ തവണയാണ് ചക്കിന് വെച്ച് കൊക്കിന് കൊള്ളുന്നത്, ഇപ്പോൾ ദേ ഒരുത്തവളുടെ 5-ാം മാസം ചടങ്ങ് നടത്തുന്നതിലും ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞാണ് ദേവയാനി നടക്കുന്നത്, ഇനി നയനാന്ന് പറയുന്നവളുടെ നല്ല കാലം തുടങ്ങിയോ എനിക്കറിയാൻ പാടില്ല, അല്ലെങ്കിലും അവളുമാർക്കൊക്കെ പണ്ടേ നല്ല കാലമാണല്ലോ, അല്ലെങ്കിൽ ആ നവ്യ എന്ന് പറയുന്നവളുടെ കുഞ്ഞിനെ കളയാൻ വേണ്ടി വെച്ചത് എടുത്ത് നേരെ ഈ ദേവയാനി കുടിക്കില്ലായിരുന്നല്ലോ എന്ന് പറയും കേട്ടോ.
അത് കേൾക്കുമ്പോഴേക്കും നവ്യ ആകെ ഞെട്ടിപ്പോവാണ്. എന്നിട്ട് പറയുകയാണ് ഇനി ആകെ ഒരു രക്ഷ അനാമികേനെയാണ്. അന്ന് അവളും അവളുടെ അമ്മയും കൂടെ നവ്യയുടെ കുഞ്ഞിനെ കളയാൻ വെച്ച പാലെടുത്ത് ഇടത്തി കുടിച്ചപ്പോഴാണ് അവരുടെ കാര്യം ഇങ്ങനെ ആയതും. നന്ദു ഇവിടെ വന്നത് അനാമികയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എരിവ് കയറ്റി വിട്ട് കഴിഞ്ഞാൽ അവളും അവളുടെ അമ്മയും കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്തോളും. അങ്ങനെ ഇവളുമാർ രണ്ടും പുറത്താവുള്ളൂ. നമ്മളതിൽ കൂടുതൽ ഇടപെടാനൊന്നും പോകണ്ട. മാറി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യവും നടക്കും, നമ്മൾ രക്ഷപ്പെടുകയും ചെയ്യും എന്ന് പറയും കേട്ടോ. ഇത് കേട്ട് നവ്യയ്ക്ക് നല്ലപോലെ ചോരയങ്ങ് തിളച്ചു വരുവാണ്. നവ്യ ദേഷ്യപ്പെട്ട് നേരെ അനാമികേനെ തപ്പിപ്പോവാട്ടോ. അങ്ങനെ അനാമിക അവിടെ ഇരിക്കുന്ന കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, നിനക്ക് എൻ്റെ അനിയത്തി വന്നത് തീരെ ഇഷ്ടപ്പെട്ടില്ല ലേഡി എന്ന് ചോദിക്കുമ്പോഴേക്കും ഇഷ്ടപ്പെട്ടില്ല, അവൾ ഇനി ഇവിടെ വരാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ അനാമിക ഭയങ്കര ചാടിക്കടിച്ച് സംസാരിക്കും കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും ഒന്നും വേണ്ടാതെ നവ്യ ഒറ്റയടി അടിക്കുവാണ് അനാമിയുടെ മുഖത്തേക്ക്. അനാമിക എഴുന്നേറ്റിട്ട് നീ എന്നെ അടിച്ചല്ലേ, കാണിച്ചു തരാം, ഇനി നീയോ ഞാനോ ഒരാളെ ഈ വീട്ടിൽ കാണുള്ളൂ എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും നവ്യ അടുത്ത അടിയും കൊടുക്കുവാണ്. തരുതര അടി കിട്ടുമ്പോഴത്തേക്കും അനാമിക അന്തം വിട്ടു കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്താടി ഓർത്തെ, അമ്മായിയുടെ പാലിൽ ആരാ വിഷം ചേർത്തെന്ന് ഞാനിപ്പോൾ ശരിക്കും അറിഞ്ഞടി, എല്ലാം അറിഞ്ഞിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നതെന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും അനാമിക ആകെ ഞെട്ടിപ്പോവാണ്. ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാവുകയാണ് കേട്ടോ. പെട്ടെന്ന് അനാമിക പറയാണ്, ഇതിപ്പോൾ എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടി നീ നിൻ്റെ അനിയത്തി കൊണ്ട് ഉണ്ടാക്കിയ കള്ളക്കഥയാണെന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, അനന്തപുരി തറവാട്ടിൽ പോലീസുകാർ കയറരുതെന്നോർത്ത് ഇവിടെ ഉള്ളൊരു കേസ് കൊടുക്കാതിരുന്നേ. എനിക്കിനി ഒന്നും നഷ്ടപ്പെടാനില്ല. ഞാനൊരു അമ്മയാണ്. എൻ്റെ സ്വന്തം കുഞ്ഞിനെ എനിക്ക് വീട്ടിൽ സംരക്ഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനും വലിയ തോൽവിയൊന്നും എനിക്ക് ഉണ്ടാവാനില്ല. ഞാൻ എൻ്റെ കുഞ്ഞിനെ ഓർത്ത് മാത്രം ഇപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇത് ഞാനായിട്ട് കേസാക്കൂടി എന്ന് പറയും കേട്ടോ. അതുകൂടെ കേൾക്കുമ്പോഴത്തേക്കും നവ്യ പറഞ്ഞ് കേട്ട ആകെ അനാമിക വരണ്ട് നിൽക്കുവാണ്. എന്നിട്ട് നവ്യ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നീ ചെന്ന് പറയടി ഞാൻ നിന്നെ തല്ലിയെന്നുള്ളത്. ഞാൻ തല്ലിയെന്നുള്ള കാര്യം നീ ഒരു മനുഷ്യനോടും പറയാൻ പോകുന്നില്ല. നീ നിൻ്റെ അമ്മയും കൂടെ ചേർന്ന് ചെയ്തതെന്ന് ഞാൻ കറക്റ്റായിട്ട് അറിഞ്ഞടി എന്ന് പറയും കേട്ടോ. അത് കേൾക്കുമ്പോഴേക്കും അനാമിക ആകെ പെട്ടുപോവാണ്. അപ്പോൾ അനാമിക ചെറുതായിട്ട് തർക്കിച്ച് ഞാനല്ല എന്ന് പറയാൻ വേണ്ടി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, നിനക്ക് കണ്ണായ സ്ഥലത്ത് സ്ഥലം, പിന്നെ കാറ്, വീട് ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞതൊന്നും എനിക്ക് നല്ല സംശയമുണ്ടടി. ഞാനതൊന്നും കൂടുതൽ ചെയ്യാൻ പോകുന്നില്ല. പിന്നെ അമ്മായി തന്ന മാല പോയതിലും എനിക്ക് സംശയമുണ്ട്. പോലീസുകാർ ഈ വീട്ടിൽ കയറട്ടെ എന്ന് തന്നെ ഞാൻ വെക്കും. നീ കൂടുതൽ ഇതിൽ പ്രശ്നമാക്കാൻ പോയി കഴിഞ്ഞാൽ ഞങ്ങളൊന്നും ഈ വീട്ടിൽ ശരിക്കും നേരായ വഴിക്ക് വന്ന് കയറിയതല്ല. പക്ഷേ ഈ കുടുംബത്തെ നശിപ്പിക്കണമെന്ന് ഞങ്ങൾ ഒരിക്കലും ഓർത്തിട്ടില്ല. നീ ചെന്ന് നിനക്ക് അത്ര ധൈര്യം ഉണ്ടെങ്കിൽ താഴെ മുത്തശ്ശനും മുത്തശ്ശി ഇരിപ്പുണ്ട്, പോയി പറയടി എന്ന് പറയുമോ കേട്ടോ നവ്യ. ഇത് കേൾക്കുന്ന അനാമിക ആകെ ഞെട്ടിപ്പോവാണ്. എന്നിട്ട് നവ്യ പറയുന്നുണ്ട്, എനിക്ക് മേലും കീഴും നോക്കാനില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. 2-3 അവിടെ കൊടുത്തിട്ട് അടിയെല്ലാം കൊണ്ട് ആകെ ചമ്മി നാറി നിൽക്കുവാണ് അനാമിക. എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇപ്പോൾ പോയവളൊരു ബെല്ലും ബ്രേക്കും ഇല്ലാത്തോളാണ്. അവൾ പറഞ്ഞ പോലെ തന്നെ ചെയ്ത് കളയും. ഇതിപ്പോൾ ആരോടും പറയാനും പറ്റത്തില്ല. എന്നാലും എത്ര അടി എനിക്ക് കിട്ടിയത് എന്നോർത്ത് ആകെ അങ്ങ് നാണം കെട്ട് നിൽക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്ന നവ്യനെയാണ്. നവ്യ പയ്യെ നയനെ മുറി കൊണ്ടുപോയിട്ട് വാതിലടയ്ക്കുവാണ് കേട്ടോ. അപ്പം നയന ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ചേച്ചി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നടന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറയുവാണ്. അമ്മായിക്ക് പാലിൽ വിഷം ചേർത്ത് അനാമിക അവളുടെ അമ്മയും കൂടിയാണ്. എൻ്റെ അമ്മായിമ്മ എൻ്റെ ഭർത്താവിനോട് പറയുന്നത് ഞാൻ നേരിട്ട് കേട്ടു എന്ന് പറയും കേട്ടോ. ഇതൊക്കെ കേട്ട് നയനെ ആകെ ഞെട്ടി നിൽക്കുവാണ്. സത്യമാണോ ചേച്ചി എന്ന് ചോദിച്ച് ഞെട്ടി നിൽക്കുന്ന നയനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.